ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഹിസ്റ്ററീസിസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് എക്കണോമിക്സുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹിസ്റ്ററീസിസ് അതായത് സയൻസിൻ്റെ പല ശാഖകളിലും ഈ ഹിസ്റ്ററീസിസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ എക്കണോമിക്സിലെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻ എക്കണോമിക്സ് ഹിസ്റ്ററീസിസ് റെഫേഴ്സ് ടു എ ഫിനോമിന. അതൊരു പ്രതിഭാസമാണ്. എന്താണ് പ്രതിഭാസം? വേർ ദ എഫക്ട്സ് ഓഫ് പാസ്റ്റ് ഇവൻറ്റ്സ് ഓർ ഷോക്സ് പെർസിസ്റ്റ് ഇൻ ദ ഫ്യൂച്ചർ. അതായത് മുൻപുണ്ടായ ഭൂതകാലത്തിലുണ്ടായ ചില ഇവൻറ്റ്സ് ഫ്യൂച്ചറിലും, അതായത് ഇപ്പോൾ കറണ്ടിലും ഫ്യൂച്ചറിലും അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ഹിസ്റ്ററീസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ദെയർ ബൈ ഇൻഫ്ലുവൻസിങ് കറണ്ട് ആൻഡ് ഫ്യൂച്ചർ എക്കണോമിക് ഔട്ട്കംസ്. അതായത് കറണ്ട് ആൻഡ് ഫ്യൂച്ചർ എക്കണോമിക് ഔട്ട്കംസിന് ഇത് ബാധിക്കുന്ന ഒന്നാണ് ഹിസ്റ്ററീസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഫിസിക്സിൽ പറയുകയാണെങ്കിൽ നമുക്കത് ജസ്റ്റ് നോക്കാം. അത് ദ കോൺസെപ്റ്റ് ഒറിജിനേറ്റഡ് ഇൻ ഫിസിക്സ്. അപ്പോൾ വേർ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ടെൻഡൻസി ഓഫ് എ സിസ്റ്റം ടു റിമൈൻ ഇൻ എ സ്റ്റേറ്റ് ആഫ്റ്റർ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ദാറ്റ് കോസ്റ്റ് എ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഹാസ് ബീൻ റിമൂവ്ഡ്. അതായത് നമ്മളൊരു വസ്തുവിൽ ബലം പ്രയോഗിച്ചു ആ വസ്തു മൂവ് ചെയ്തിട്ട് നമ്മൾ ആ ബലം പ്രയോഗിക്കുന്നത് നിർത്തിയിട്ടും ആ വസ്തു മൂവായിട്ട് തന്നെ നിൽക്കുകയാണ്. അതായത് നമ്മൾ പാസ്റ്റിൽ കൊടുത്ത ഒരു ബലം, ഭൂതകാലത്തിൽ കൊടുത്ത ബലം അതിനിപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് അതിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഹിസ്റ്ററീസിസ് എന്ന് ഫിസിക്സിൽ പറയുന്നത്. അതായത് ലേബർ മാർക്കറ്റിലും പ്രൊഡക്ഷൻ കപ്പാസിറ്റീസിലുമാണ് നമ്മുടെ വ്യക്തമായിട്ട് ഈ ഹിസ്റ്ററീസിസ് എക്കണോമിക്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതിലാണ് ഈ രണ്ട് കാര്യങ്ങളിലാണ് കൂടുതൽ ഹിസ്റ്ററീസിസ് നമുക്ക് സ്പഷ്ടമാവുന്നത്. അതായത് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എക്കണോമിക്സ് ഹിസ്റ്ററീസിസ് ടിപ്പിക്കലി മാനിഫെസ്റ്റ് ഇൻ ലേബർ മാർക്കറ്റ്സ് ആൻഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റീസ്. അതിൽ ഒന്നാമത്തത് അൺഎംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററീസിസ് ആണ്. അതായത് അൺഎംപ്ലോയ്മെൻറ്റിൽ ഇതെങ്ങനെ ബാധിക്കും എന്നാണ്. അതായത് ദിസ് ഒക്കേഴ്സ് വെൻ എ പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ഹൈ അൺഎംപ്ലോയ്മെൻറ്റ്. അത് ഒരുപാട് കാലത്തേക്ക് ചില ആൾക്കാർ തൊഴിലില്ലാതെ നിന്നു എന്ന് വിചാരിക്കുക. ഇറ്റ് ലീഡ്സ് ടു എ പെർമനൻറ്റ് ഇൻക്രീസ് ഇൻ ദ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. അത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് നയിക്കുന്നു. അതെങ്ങനെയെന്ന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, വർക്കേഴ്സ് ഹു റിമെയിൻ അൺഎംപ്ലോയ്ഡ് ഫോർ ആൻ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് മേ ലൂസ് സ്കിൽസ് ഓർ മോട്ടിവേഷൻ. അതായത് ഒരുപാട് കാലം ആൾക്കാർ തൊഴിലില്ലാതെ നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ സ്കില്ല് നഷ്ടപ്പെടുന്നു, അവരുടെ മോട്ടിവേഷൻ നഷ്ടപ്പെടുന്നു. ഓക്കെ, അപ്പം മേക്കിംഗ് ഇറ്റ് ഹാർഡർ ഫോർ ദം ടു ഫൈൻഡ് ന്യൂ ജോബ്സ് ഈവൻ വെൻ ദ എക്കോണമി റിക്കവേഴ്സ്. അതായത് എക്കോണമി റിക്കവറായി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ വന്നു കഴിഞ്ഞാൽ ഇവരുടെ സ്കിൽ നഷ്ടപ്പെടുന്നതുകൊണ്ട് അവർക്ക് പഴയ ഒരു പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് ഇത് ഹിസ്റ്ററീസിസ് അൺഎംപ്ലോയ്മെൻറ്റിൽ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം ദിസ് റിസൾട്ട്സ് ഇൻ എ പെർസിസ്റ്റൻറ്റ് എലിവേഷൻ ഓഫ് ദ അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് സ്ഥിരമായിട്ട് ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പാസ്റ്റിൽ നടന്ന ആ അൺഎംപ്ലോയ്മെൻറ്റ് കാരണം. റൈറ്റ്, വെൻ ആഫ്റ്റർ ദ ഇനിഷ്യൽ ഷോക്ക് ഹാസ് പാസ്ഡ്. അതായത് ആദ്യം എക്കണോമിക് ഉണ്ടായ ഷോക്സ് കഴിഞ്ഞിട്ട് വീണ്ടും ആ അൺഎംപ്ലോയ്മെൻറ്റ് തുടരുന്ന ഒരു സിറ്റുവേഷൻ. അടുത്തത് കപ്പാസിറ്റി ഹിസ്റ്ററീസിസ് ആണ്. അതായത് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദിസ് റെഫേഴ്സ് ടു ദ ലോങ് ടേം എഫക്ട്സ് ഓൺ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഫോളോയിങ് പീരീഡ്സ് ഓഫ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓർ ഓവർ യൂട്ടിലൈസേഷൻ. അതായത് റിസോഴ്സുകൾ പര്യാപ്തമായി ഉപയോഗിക്കാതിരിക്കുമ്പോൾ, അതായത് അണ്ടർ യൂട്ടിലൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓവറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അതിന് വേറെ ആൻറ്റിയറൊക്കെ വരുമ്പോഴോ ഉള്ള സിറ്റുവേഷനാണ് ഇതെന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, ഫോർ ഇൻസ്റ്റൻസ്, ഡ്യൂറിങ് എ റിസഷൻ ഉണ്ടായപ്പോഴത്തേക്ക് അവിടെ പ്രൊഡക്ഷൻ കുറയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഫേംസ് മേ റെഡ്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിപ്പം റിസഷൻ ടൈമിൽ ഫേംസ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുന്നു, അപ്പോൾ പ്രൊഡക്ഷൻ അവിടെ കുറയുകയാണ്. അപ്പം അവിടെ ഒരു അണ്ടർ യൂട്ടിലൈസേഷൻ, അതായത് കൂടുതൽ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അവിടെ കൊടുക്കുന്നില്ല. ഓക്കെ, ഇൻ ന്യൂ ടെക്നോളജി ഓർ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പം ടെക്നോളജിയിൽ പുതിയ കണ്ടെത്തലുകൾ വരുന്നില്ല, ഇൻഫ്രാസ്ട്രക്ചർ വികസിക്കുന്നില്ല. അപ്പം വിച്ച് കുഡ് ലീഡ് ടു എ പെർമനൻറ്റ് റിഡക്ഷൻ ഇൻ ദെയർ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് അവരുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കുറയാൻ സാധ്യതയുണ്ട് ആ പാസിലുണ്ടായ ആ ഒരു സംഭവം മൂലം. ഓക്കെ, പക്ഷേ കൺവേഴ്സിൽ ഇതിന് നേരെ വിപരീതമായിട്ട് ഡിമാൻഡ് കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവർ ചിലപ്പോൾ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി വർദ്ധിപ്പിച്ചേക്കാം. അതാണ് പറയുന്നത്. കൺവേഴ്സിലി പീരീഡ്സ് ഓഫ് ഹൈ ഡിമാൻഡ് മൈറ്റ് എൻകറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ദാറ്റ് പെർമനൻ്റ്ലി ഇൻക്രീസ് കപ്പാസിറ്റി. ഓക്കെ, ഡിമാൻഡ് കൂടുമ്പോഴത്തേക്ക് അവർ പെർമനൻ്റായിട്ട് കപ്പാസിറ്റി കൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് വന്നേക്കാം. അടുത്ത് ഫൈനാൻഷ്യൽ ഹിസ്റ്ററീസിസ് ആണ്. അതായത് ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഹിസ്റ്ററീസിസ് ആണ് കേട്ടോ. അപ്പോൾ ഇൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ഹിസ്റ്ററീസിസ് ക്യാൻ ഒക്കർ വെൻ ദ എഫക്ട്സ് ഓഫ് ഫൈനാൻഷ്യൽ ക്രൈസിസ്. അതായത് എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഓർ സ്പെക്കുലേറ്റീവ് ബബിൾസ്. അതായത് സ്പെക്കുലേറ്റീവ് ബബിൾസ് എന്ന് ഉദ്ദേശിച്ചത് ഊഹിച്ചുകൊണ്ട് ആൾക്കാർ ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ട എന്നൊക്കെയുള്ള ഊഹിച്ചുകൊണ്ട് നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ക്രൈസിസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹാവ് ലാസ്റ്റിംഗ് ഇമ്പാക്ട്സ് ഓൺ ഇൻവെസ്റ്റർ ബിഹേവിയർ. ഇത് ഇൻവെസ്റ്റർ ബിഹേവിയറിൻ്റെ ഒരു ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് നാൾ നിൽക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഇൻവെസ്റ്ററിൻ്റെ മേലുണ്ടാക്കും. ഓക്കെ, അപ്പം അത് മാത്രമല്ല റിസ്ക് പെർസെപ്ഷൻ, അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് റിസ്ക് എടുക്കാൻ തയ്യാറാവാതെ വരും. ആൻഡ് മാർക്കറ്റ് ഡൈനാമിക്സ്. അപ്പോൾ ഈ മാർക്കറ്റ് ഡൈനാമിക്സിനെയൊക്കെ ഇത് ബാധിക്കുന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എ സിവിയർ ഫൈനാൻഷ്യൽ ക്രൈസിസ് ക്യാൻ ലീഡ് ടു എ പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് റെഡ്യൂസ്ഡ് ക്രെഡിറ്റ് അവൈലബിലിറ്റി
അതായത് ഒരു സിവിയർ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായെന്നിരിക്കട്ടെ, ഇത് ഒരുപാട് നാളത്തേക്ക് ഒരു ക്രെഡിറ്റ് അവൈലബിലിറ്റി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുക. അതായത് ആൾക്കാർ വായ്പ എടുത്തിട്ട്, അതായത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോഴുണ്ടാകുന്ന ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു റെഡ്യൂസ്ഡ് ക്രെഡിറ്റ് അവൈലബിലിറ്റിക്ക് എത്തിക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് റിസ്ക് അവേഷൻ എമംഗ് ഇൻവെസ്റ്റേഴ്സ്. വേറൊരു രീതിയിൽ പറയാനാണ് കേട്ടോ. അതായത് ആൾക്കാർ റിസ്ക് എടുക്കാൻ, അതായത് ഇൻവെസ്റ്റേഴ്സ് ആണല്ലോ റിസ്ക് എടുക്കുന്നത്, അപ്പം അവർ റിസ്ക് എടുക്കാതെ മാറി നിൽക്കും, അത് റിസ്കിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നു. ഓക്കെ, ഇൻഫ്ലുവൻസിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കൺസംഷൻ പാറ്റേൺസ് ഫോർ ഇയേഴ്സ് ടു കം. അതായത് ഇത് എന്തിനെ അഫക്റ്റ് ചെയ്യും? ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കൺസംഷൻ പാറ്റേൺസിനെ, അതായത് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അതുകൊണ്ട് അത് അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് കൺസംഷനെ ബാധിക്കും വരുന്ന വർഷങ്ങളിൽ. ഇതാണ് ഫൈനാൻഷ്യൽ ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററിസിസ് എഫക്ട്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ പോളിസി മേക്കേഴ്സ് ടു കൺസിഡർ. അതായത് പോളിസി മേക്കേഴ്സിന് ഹിസ്റ്ററിസിസ് കൺസിഡർ ചെയ്തേ മതിയാവും. അതിൻ്റെ കാരണം എന്താണ്? ബിക്കോസ് ദേ സജസ്റ്റ് ദാറ്റ് ദ എക്കണോമി മേ നോട്ട് ഓട്ടോമാറ്റിക്കലി റിട്ടേൺ ടു ഇറ്റ്സ് പ്രീവിയസ് ഇക്വിലിബ്രിയം ആഫ്റ്റർ എ ഷോക്ക്. അതായത് ഒരു ഷോക്കിന് ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് പഴയ അവസ്ഥയിലേക്ക് വരുമെന്ന് കരുതണ്ട. അതായത് അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഹിസ്റ്ററിസ് പോളിസി മേക്കേഴ്സ് കൺസിഡർ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻസ്റ്റെഡ് ദ എക്കണോമി കുഡ് എക്സ്പീരിയൻസ് പെർസിസ്റ്റൻറ്റ് ചേഞ്ച് ഇൻ ഇറ്റ്സ് സ്ട്രക്ചർ. ഇതിൻ്റെ ഫലമായിട്ട് എക്കണോമിയിൽ ഒരു സ്ഥിരമായിട്ടുള്ള ചേഞ്ച് ഉണ്ടാകാം, പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട് ചേഞ്ച് ഉണ്ടാകാം, അതിൻ്റെ പെർഫോമൻസ് ചേഞ്ച് ഉണ്ടാകാം, ഇതൊക്കെ സംഭവിക്കും കേട്ടോ. അപ്പം അഡ്രസ്സിങ് ഹിസ്റ്ററിസിസ് ഓഫൺ റിക്വയർസ് പ്രോ ആക്റ്റീവ് പോളിസി മെഷേഴ്സ്. അപ്പോൾ ഈ ഹിസ്റ്ററിസിനെ മനസ്സിലാക്കുന്നതിന് പ്രോ ആക്റ്റീവായിട്ടുള്ള പോളിസി മെഷേഴ്സ് വേണം. വളരെ കണിശതയോടുള്ള പോളിസി മെഷേഴ്സ് ഉണ്ടെങ്കിൽ ഹിസ്റ്ററിസിസ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത് എന്തിനെ എയിം ചെയ്യണം? എയിംഡ് അറ്റ് മിറ്റിഗേറ്റിംഗ് ദ ലോങ് ടേം നെഗറ്റീവ് ഇമ്പാക്ട്സ്. അതായത് ലോങ് ടേം ആയിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്ട്സിനെ കുറയ്ക്കുന്നതായിരിക്കണം. ഏതിൻ്റെ? ഓഫ് എക്കണോമിക് ഡൗൺ ടേൺസ് ഓർ അതർ ഡിസ്റപ്റ്റീവ് ഇവൻറ്റ്സ്. അതായത് നമ്മുടെ എക്കണോമിക്ക് ഏതെങ്കിലും ഡൗൺ ടേൺസ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്റപ്റ്റീവ് ഇവൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ അതിനെ കുറയ്ക്കുന്ന രീതിയിലുള്ള മെഷേഴ്സ് ആയിരിക്കണം, പോളിസി മെഷേഴ്സ് ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.